2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള ദിലീപിനെ ഗൂഢാലോചന നടത്തിയ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചന നടത്തിയ 3 സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഇന്ന് തൃശൂരിലും തെളിവെടുപ്പ് തുടരും. ദിലീപും പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയ തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിന് സമീപത്താണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത്. ജോർജ് പൂരത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെയായിരുന്നു നടന്നത്. ദിലീപിനെ തെളിവെടുപ്പിനെത്തിക്കുന്ന വിവരം അറിഞ്ഞിരുന്നതിനാൽ വലിയ ജനക്കൂട്ടമായിരുന്നു തൊടുപുഴയിലുണ്ടായിരുന്നത്. ഇക്കാരണത്താൽ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തിറക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അസഭ്യം പറഞ്ഞും കൂക്കി വിളിച്ചുമാണ് ജനം ദിലീപിനെ വരവേറ്റത്. വിവിധ രാഷ്ട്രീയ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തോപ്പുംപടി പാലത്തിന് സമീപമുള്ള വെല്ലിംഗ്ടൺ ഐലൻഡിലെ സ്വിഫ്റ്റ് ജംഗ്ഷനിലും തെളിവെടുപ്പ് നടത്തി. ഗൂഢാലോചന നടത്തിയ MG റോഡിലെ അബാദ് പ്ലാസ ഹോട്ടലിലെത്തിയപ്പോഴും സ്ഥിതിഗതികൾക്ക് വ്യത്യാസമുണ്ടായില്ല. 2013 മുതൽ ഈ ഹോട്ടലിലാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 410 നമ്പർ റൂമിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. മീഡിയ 1 കൊച്ചി.